ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ പൊന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലവർ എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും പറയുന്ന പോലെ കമൻറ്റ് ബോക്സിൽ ഇട്ടു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ആരും എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഗൈസ്. എൻ്റെ വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്, വർക്ക് ചെയ്യണോ പഠിക്കുകയാണോ, എവിടെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ ഗൈസ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ എൻ്റെ വീട് പാലക്കാട് മനുശ്ശേരിയാണ്. പാലക്കാട് ഒറ്റപ്പാലം മനുശ്ശേരി വരിക്കാശ്ശേരി മനയുടെ അവിടെയാണ്. പിന്നെ പഠിക്കുന്നത് ഞാൻ LSM കോൺവെൻറ്റിലാണ് ഗൈസ്, ഒറ്റപ്പാലം. അതൊരു വലിയ കഥയാണ്. കാരണം എനിക്ക് അലോട്ട്മെൻറ്റാണ് കിട്ടിയത്. അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് എനിക്ക് പത്തിരിപ്പാല VHSCയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. പക്ഷേ എനിക്ക് ഇവിടെയും കിട്ടി. ഇന്നെ LSM എന്ന് വിളിക്കുക ചെയ്തത് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ അലോട്ട്മെൻറ്റ് എനിക്ക് കിട്ടി. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് VHSC പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അവിടെ പോയപ്പോൾ ലോങ് കൂടി. പത്തിരിപ്പാലയാണ് കിട്ടിയത്. ഇവിടുന്ന് അത്യാവശ്യം ഒരു 28 36 രൂപയുടെ അത്ര ചാർജാണ് ബസ്സിന് പറയുക. അപ്പോൾ എനിക്ക് നല്ല ലോങ് തോന്നി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ നല്ല നേരത്തെ എണീക്കേണ്ടി വരും. ഒന്നാമത്തെ എന്താ പറയുക, +2 ആയതുകൊണ്ട് തന്നെ, +1 +2 ആയതുകൊണ്ട് അവർ നമുക്ക് 9 മണിയാകുമ്പോഴേക്കും ക്ലാസ്സിലെത്തണം. അപ്പോൾ ഇവിടുന്ന് ഞാൻ എത്ര നേരത്തെ എണീറ്റാലും എനിക്ക് പറ്റില്ല. ഞാൻ അവിടെ എന്തായാലും വഴുകും. കാരണം ഇവിടുന്ന് വീടിൻ്റെ അവിടുന്ന് ബസ്സൊന്നുമില്ല. പിന്നെ ഞാൻ മഞ്ചേരി പോയിട്ടൊക്കെ വേണം ബസ് കയറാം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ സ്കൂളിൻ്റെ ഉള്ളിൽ കയറിയതാണ്. VHSC ഞാൻ കയറി. പക്ഷേ എന്താ ലോങ് കൂടി വന്നപ്പോൾ ഞാൻ റിട്ടേൺ വന്ന് ഞാൻ LSM വന്നു. ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ചേർന്നു. അപ്പോൾ ഞാൻ +2ലാണ് പഠിക്കുന്നത്. പിന്നെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്. അപ്പോൾ 16 ദിവസമായിട്ടുള്ളൂ അവൻ ജനിച്ചിട്ട് ഗൈസ്. 17 വയസ്സിൻ്റെ ഡിഫറൻസാണ് ഞാനും അവരും. പേര് വർഷിത്തിടണമെന്നാണ്. എൻ്റെ പേര് വർഷ എന്നാണ്. വർഷിത്തിടണമെന്നാണ് എൻ്റെ ഒരു. അതിനോട് ചോദിച്ചു എന്താ ഇടേണ്ടതെന്ന് അമ്മ ചോദിച്ചു. അമ്മയും അച്ഛൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വർഷത്തിട്ടാൽ മതി എന്ന് പറഞ്ഞു. വർഷത്തിട്ടു. പിന്നെ അവന് ഇന്നലെ എന്താ പറയുക, നമ്മൾ എന്തോ പറയില്ല കേസ്, എന്തോ ഒരു സർട്ടിഫിക്കറ്റ്, എന്തോ ഒരു ജനന സർട്ടിഫിക്കറ്റാണ് തോന്നുന്നു കേസ്, എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലെ അച്ഛനമ്മയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ പറഞ്ഞത് ആ പേര് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇനി വേണമെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് പേര് കൊടുത്തത്. അപ്പം അവൻ്റെ ഫോട്ടോ വേണമെങ്കിൽ എന്താ പറയുക, അവൻ്റെ ഫോട്ടോ വീഡിയോ ഞാൻ വേണമെങ്കിൽ പിന്നെ ഇടാം. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് താഴെയില്ല, പിന്നെ എന്താ ഏട്ടനുമില്ല, അനിയത്തില്ല, എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. എന്താ പറയുക, എനിക്ക് അവൻ്റെ കാര്യം പറയുമ്പോൾ അപ്പോൾ എനിക്ക് സന്തോഷം വരും കേസ്. അങ്ങനെയാണ്. പിന്നെ ഇപ്പം ഞാൻ അമ്മമ്മയുടെ വീട്ടിലാണ് കേട്ടോ. ഇപ്പം അമ്മമ്മയുടെ വീട്ടിലാണ്. പിന്നെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇവിടെ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആട്ടും കേസ്. കളിക്കാനല്ല, സമയം പോകാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഈ അമ്മയുടെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ എന്താ പറയുക, എല്ലാ ഫാമിലിയാണ്. സത്യം പറഞ്ഞാൽ എല്ലാ ഫാമിലീസാണ്. അല്ലാണ്ട് പുറത്തുനിന്ന് ആരുമില്ല. ഒരു കോളനിയാണ്. 12 വീടുണ്ട്. ആ 12 വീട്ടിലും ഫാമിലീസാണ്. വലിയച്ഛൻ ചെറിയച്ഛൻ മക്കളായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ മൊത്തം പരിപാടിയായിരിക്കും. എനിക്ക് പഠിത്തത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. അതെല്ലാ കുട്ടികൾക്കും അങ്ങനെയാണല്ലോ. പഠിത്തത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ അതേപോലെ എനിക്ക് പഠിത്തത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് താല്പര്യം പഠിത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിന് ഭയങ്കര താല്പര്യമാണ്. +2 കഴിഞ്ഞിട്ട് അതിന് പോകണം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ നന്നായിട്ട് പാടുന്നു ഞാൻ പറയില്ല, നന്നായി പാടുന്നു ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് പാട്ട് പാടാനും പാട്ട് കേൾക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് ഡ്രോയിങ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. ഞാനൊരു ഡ്രോയിങ് ബുക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രോയിങ് ഒക്കെ വരും പറഞ്ഞിട്ട് ഞാനത് പറയരുതായിരുന്നു എന്ന് കരുതി. കാരണം എനിക്ക് ഡ്രോയിങ് അറിയില്ല. ഞാൻ ഇങ്ങനെ ഡ്രോയിങ് ഇടാനാണ്. അപ്പം ഞാൻ അങ്ങനെ വരയ്ക്കാറൊന്നുമില്ല കേസ്, എനിക്കറിയില്ല. പിന്നെ വേണമെങ്കിൽ 2-3 പാട്ടൊക്കെ പാടിയിടാം. പാട്ടൊക്കെ അറിയാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേസ്. നിങ്ങൾ പറയണം ഏത് പാട്ടാണ് ഞാൻ പാടേണ്ടതെന്ന്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കമൻറ്റ് ഇട്ടാൽ മതി. നിങ്ങൾ കമൻറ്റ് ഇടണം, ഇന്ന പാട്ട് പാടണം എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ പാട്ട് പാടിത്തരും. മൊത്തം പാടിത്തരുന്നല്ല, ഒരു 4 വരി 2 വരിയൊക്കെ ആയിട്ട് ഞാൻ പാടിത്തരും. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം തന്നെ എന്നെ നിങ്ങൾക്കൊന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വീട്ടിൽ അമ്മമ്മയുണ്ട്, പിന്നെ അമ്മച്ചനുണ്ട്, മാമനുണ്ട്, അമ്മയുണ്ട്, അമ്മയുടെ കുട്ടിയുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, വെറുതെ ചൊറിയും കുത്തിയിരിക്കുമ്പോൾ എനിക്ക് അവൻ്റെ ചൊറിയാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അതാണ് മാമൻ്റെ കുട്ടി. ഞാൻ വേണമെങ്കിൽ ഒറിജിനൽ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ മേമുണ്ട്, മേമയുടെ കുട്ടികളുണ്ട്. മേമ ഇടയ്ക്കൊക്കെ വിരുന്ന് വരും. അല്ലാണ്ട് ബാക്ക്ഗ്രൗണ്ടൊന്നും ആരും ശ്രദ്ധിക്കണ്ട. കാരണം ഞാനിതൊരു തൊട്ടിയിൽ ഞങ്ങൾ തൊട്ടി കെട്ടിയിരിക്കുകയാണ്. കുറേ തൊട്ടി, അപ്പുറത്ത് കുറേ തൊട്ടിയുണ്ട്. അപ്പോൾ ഞാനതിലിങ്ങനെ വന്നിരുന്നതാണ്. അല്ലെങ്കിൽ പുറത്തെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ കേസ്. എൻ്റെ മേമയുടെ കുട്ടിയാണ്. ഇവിടെ വാ കേസ്. ഇവനാണ് ആളിവനാണ്. എന്താ നമ്മൾ പറയുക അപ്പോൾ, നമ്മളെന്താ പറയുക അപ്പോൾ, അശ്വിൻ അതല്ല, പേര് അശ്വിനാണ് ഗൈസ്. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്
കമന്റ് ചെയ്യണം. ആ പിന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ചാച്ച ബൈ ബൈ പറ. എല്ലാവർക്കും ചാച്ച ബൈ ബൈ. ഇങ്ങനെ ബൈ ബൈ. ബൈ.